ഹായ് ഫ്രണ്ട്സ്, മോഡൽ എക്സാമിന് 8 മാർക്കിന് ചോദിച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണ് ബഡ്ജറ്റ് ലൈൻ. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. 8 മാർക്കിന് മാത്രമല്ല, 4 മാർക്കിനും 6 മാർക്കിനും ഒക്കെ ഈ ടോപ്പിക്കിൽ നിന്ന് എല്ലാ പ്രാവശ്യവും എക്സാംസിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്ത് പോകരുത് ഈ പോർഷനും നമ്മുടെ ഈ വീഡിയോ. നമുക്ക് നോക്കാം, എല്ലാം നമുക്ക് ബേസ് മുതൽ നമുക്ക് എല്ലാം മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, അതിൻ്റെ ഏറ്റവും അവസാനം നമ്മളൊരു ക്വസ്റ്റ്യൻ തരാം. അത് സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ അല്ലേ? ക്വസ്റ്റിന് തന്നിരിക്കുന്ന ഡാറ്റ ഇതാണ്. 2 ഗുഡ് ഉണ്ട്. ഓക്കെ, നമ്മൾ കൺസ്യൂമേഴ്സിന് ഒരേ സമയം എത്ര ഗുഡ്സ് വേണമെങ്കിലും വാങ്ങിക്കാം റിയൽ വേൾഡിൽ. പക്ഷേ പഠിക്കാൻ നമുക്കിങ്ങനെ നമ്പർ ഓഫ് ഗുഡ്സ് ഒക്കെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നതായിട്ട് പഠിക്കാനോ കാര്യങ്ങൾ മനസ്സിലാക്കാനോ നമുക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അസംഷൻ ചെയ്യും, അല്ലെ, നമ്മൾ അസ്യൂം ചെയ്യും. എന്താണ്? 2 ഗുഡ്സാണ് അറ്റ് എ ടൈം കൺസ്യൂമർ കൺസ്യൂം ചെയ്യുന്നത്. 2 ഗുഡ്, ഏത്? ഗുഡ് 1, ഗുഡ് 2, ഗുഡ് എ, ഗുഡ് ബി, ഗുഡ് എക്സ്, ഗുഡ് വൈ, അല്ലെങ്കിൽ പേര് കൊടുത്തിട്ടും ആകാം. 2 ഗുഡാണ് കൺസ്യൂമർ, 2 പ്രൊഡക്റ്റാണ് ഒരു സമയം വാങ്ങിക്കുന്നത് എന്നൊരു അസംഷൻ നമ്മൾ എടുക്കും. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനിലുള്ള 2 ഗുഡ്സാണ് ഗുഡ് 1, ഗുഡ് 2. ഒരു ഗുഡ് 1 വാങ്ങിക്കാൻ 5 രൂപയാണ്, ഒരു ഗുഡ് 2 വാങ്ങിക്കാൻ 4 രൂപയാണ്. ഇൻകം ഓഫ് ദ കൺസ്യൂമർ 20 രൂപയാണ്. ആദ്യം ഇത് എന്താണെന്ന് നോക്കാം. പ്രൈസ് ഓഫ് ഗുഡ് 1നെയാണ് നമ്മൾ P1 എന്ന് ഷോർട്ട് ഫോം ഇട്ട് വിളിക്കുന്നത്. നമ്മുടെ ഡിസ്കഷനിൽ മുഴുവൻ നമ്മൾ P1 എന്നായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ പ്രൈസ് ഓഫ് ഗുഡ് 2നെ നമ്മൾ എന്തായിരിക്കും വിളിക്കുന്നത്? ഉറപ്പായിട്ടും P2 ആയിരിക്കും. ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഇസ് കോൾഡ് കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ്. വൺ വേർഡിന് ചാൻസ് ഉണ്ട്, ക്വസ്റ്റൻ ആണത്. കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് മീൻസ് വാട്ട്? എമൗണ്ട് ഓഫ് മണി അവൈലബിൾ ടു ദ കൺസ്യൂമർ ഫോർ സ്പെൻഡിങ്, അല്ലെ, സ്പെൻഡിങ് ഓൺ ദീസ് ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങിക്കാനായിട്ട് കൺസ്യൂമറുടെ പക്കലുള്ള പൈസ, മണി അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് മണി that which is available for the consumer to buy these goods and services. അപ്പോൾ കൺസ്യൂമറിൻ്റെ കയ്യിലുള്ള പൈസ എത്രയാണോ that is called consumers budget. അതിന് നമ്മൾ വിളിക്കുന്ന ഷോർട്ട് ഫോം അല്ലെങ്കിൽ അബ്രിവിയേഷൻ M ആണ്, ക്യാപിറ്റൽ ലെറ്റർ M ആണ്. തെറ്റിച്ച് നിങ്ങൾ I എന്നൊന്നും വിളിക്കരുത്. നമ്മൾ പല സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ മാക്രോ ഇക്കണോമിക്സിലൊക്കെ I യൂസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ ഇൻകമിന് മണി ഇൻകം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് അവർ M എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ ഈ 3 കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി നമുക്ക് ആദ്യം കുറേ കൂടി ലോജിക്കലായിട്ട് നമ്മുടെ വീഡിയോ കൊണ്ടുപോകാം. നമ്മുടെ കയ്യിലുള്ളത് അല്ലെങ്കിൽ കൺസ്യൂമറുടെ കയ്യിലുള്ളത് 20 രൂപയാണ്. എൻ്റെ മുൻപിൽ വാങ്ങിക്കാൻ എനിക്കുള്ളത് ഗുഡ് 1, ഗുഡ് 2, അങ്ങനെ 2 ഗുഡ്സാണ്, അല്ലേ? ഗുഡ് 1ന് ഒരു യൂണിറ്റ് ഗുഡ് 1, അത് കിലോ ആവാം, കിലോഗ്രാം ആവാം, ലിറ്റർ ആവാം, എന്തുമാവാം. ഒരു യൂണിറ്റ് ഗുഡ് 1ന് 5 രൂപയും ഒരു യൂണിറ്റ് ഗുഡ് 2ന് 4 രൂപയും ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഞാൻ എത്ര ഗുഡ് 1 വാങ്ങിക്കും? ക്വാണ്ടിറ്റി, അല്ലേ, ഇത് പ്രൈസാണ്. ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് 1നെയാണ് ഞാൻ X1 എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ X1 എന്ന് പറയുമ്പോൾ ഞാൻ 4 ഗുഡ് 1, 5 ഗുഡ് 1 എന്നാ പറയുന്ന ആ 4, 5 എന്നുള്ള ഫിഗേഴ്സ് ഇല്ലേ, അതിനെയാണ് ഞാൻ X1 എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഗുഡ് 1ന് വേണ്ടി ഞാൻ ചിലവഴിക്കുന്ന പൈസ അതെങ്ങനെ എനിക്ക് ഇങ്ങനെ ഓൾജിബ്രാക്കലി പറയാൻ പറ്റും? അത് P1 X1 എന്നല്ലേ ഞാൻ പറയുള്ളൂ. ഒരു ഫിഗേഴ്സ് എടുക്കാം. ഞാൻ 3 എണ്ണം വാങ്ങിച്ചു, 5 രൂപ. അപ്പോൾ 5 × 3 15 രൂപ. യെസ് ഓർ നോ? അപ്പോൾ അതാണ്, ആ കോൺസെപ്റ്റാണ് 5 എന്ന് പറയുന്നത്. P1, 3 എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് 1 വിച്ച് ഐ ബോട്ട്, വിച്ച് ഐ പർച്ചേസ്ഡ്, അല്ലെ, X1. ക്ലിയർ ആണോ? അതുപോലെ ഗുഡ് 2വിന് മേൽ ഞാൻ ചിലവഴിക്കുന്ന പൈസ അത് P2 X2 ആയിരിക്കില്ലേ? എക്സാമ്പിൾ എടുക്കാൻ ഇപ്പോൾ 4 രൂപയാണ്, അല്ലേ? 2 എണ്ണം വാങ്ങിച്ചു എന്ന് വിചാരിക്കും. 4 രൂപയ്ക്ക് 2 എണ്ണം, അപ്പോൾ 8 രൂപ. 4 രൂപ എന്ന് പറയുന്നത് P2 ആണ്. 2 യൂണിറ്റ്സ് എന്ന് പറയുന്നത് എണ്ണമാണ്, ഞാൻ വാങ്ങിച്ച എണ്ണമാണ്. അപ്പോൾ അതാണ് X2. So P1 is the price of good 1, P2 is the price of good 2. അതേപോലെ X1 is the quantity of good 1, X2 is the quantity of good 2. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബുദ്ധിപൂർവ്വം ആലോചിച്ച് നോക്കി, ഗുഡ് 1ന് വേണ്ടി ഞാൻ കൺസ്യൂമർ ചെലവഴിക്കുന്ന പൈസയാണ് P1 X1, ഗുഡ് 2വിന് മേൽ കൺസ്യൂമർ ചെലവഴിക്കുന്ന പൈസയാണ് P2 X2. ഇത് രണ്ടും കൂട്ടിയാൽ എൻ്റെ കയ്യിലുള്ള ഇൻകമായ 20ക്ക് താഴെയോ ഈക്വലോ ആവണ്ടേ? അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു M ആകണ്ടേ? അതിനേക്കാൾ കൂടുതലാകാൻ പറ്റുമോ? കടം പറയാൻ പറ്റുമോ? അങ്ങനത്തെ കോൺസെപ്റ്റ്സ് ഒന്നും നമ്മളിവിടെ നോക്കുന്നില്ല. സോ കൺസ്യൂമറിന് മാക്സിമം കൺസംഷൻ നടത്താൻ പറ്റുന്നത് ഈ 20 റുപ്പീസിനാണ്. 20ക്ക് താഴെയോ കൺസംഷൻ പർച്ചേസ് നടത്താം, പക്ഷെ 20ക്ക് മുകളിൽ പോസിബിൾ അല്ല. സോ ഈ ഒരു ഇന്നിക്വാലിറ്റി, ഈക്വൽ സൈൻ അല്ലല്ലോ, ലെസ് ദാൻ സൈൻ ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഇതിനെ ഇന്നിക്വാലിറ്റി എന്ന് വിളിക്കുന്നത്. ദിസ് ഇസ് കോൾഡ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ്. നമ്മൾ കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടേം പഠിച്ചു. രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ്. ശ്രദ്ധിക്കുക, ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്, ഇന്നിക്വാലിറ്റി ആണ്. സോ P1 X1 plus P2 X2. P1 X1 means the amount spent on good 1. P2 X2 means the amount spent on good 2. ഇത് രണ്ടും കൂട്ടിയാൽ നമ്മുടെ മണി ഇൻകത്തിനോട് ഈക്വലോ
ലെസ്സറോ ആയിരിക്കണം. ക്ലിയർ ആയോ ഗൈസ്? ഓക്കെ. ഇനി എൻ്റെ കയ്യിലുള്ള മുഴുവൻ പൈസയും ഞാൻ സ്പെൻഡ് ചെയ്യുകയാണ് എന്ന് നിങ്ങൾ വിചാരിച്ചു. അതായത് ഞാൻ P1X1 ഗുഡ് വണ്ണിന് മേൽ സ്പെൻഡ് ചെയ്ത പൈസ പ്ലസ് P2X2 ഗുഡ് ടുവിന് മേൽ സ്പെൻഡ് ചെയ്ത പൈസ, ഇത് രണ്ടും കൂട്ടുമ്പോൾ എനിക്ക് എക്സാക്ട്ലി ഈക്വൽ ടു ദ മണി ഇൻകം ഓഫ് ദ കൺസ്യൂമർ കിട്ടുന്നുണ്ടെങ്കിൽ the amount spent on these two goods are equal to the money income of the consumer. മൊത്തം 20 രൂപയും എൻ്റെ എക്സാമ്പിളിൽ മൊത്തം 20 രൂപയ്ക്കുള്ളത് ഞാൻ വാങ്ങിക്കുകയാണെങ്കിൽ ദിസ് ഇക്വേഷൻ, ഇതൊരു ഇൻഇക്വാലിറ്റി ആയിരുന്നു, ഇതൊരു ഇക്വേഷൻ ആണ്. ദിസ് ഇക്വേഷൻ ഇസ് കോൾഡ് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ലൈനിലെ ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ് എന്താണെന്നും ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എന്താണെന്നും മനസ്സിലാക്കണം. അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കണം. ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ് മീൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ മീൻസ് ഈക്വൽ സൈൻ ആയിരിക്കും. ക്ലിയർ ആയോ? മനസ്സിലായി എന്ന് വിചാരിക്കും. നമുക്ക് ഇപ്പോൾ ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ് മനസ്സിലായി, ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ മനസ്സിലായി അല്ലേ? ഈ പ്രാവശ്യം മോഡൽ എക്സാമിന് വളരെ സർപ്രൈസിംഗ് ആയിട്ടൊരു സബ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, കൺസംപ്ഷൻ ബണ്ടിൽസ് കണ്ടുപിടിക്കാൻ. നമുക്കതൊന്ന് നോക്കാം. കൺസംപ്ഷൻ ബണ്ടിൽ മീൻസ് എനി ടു കോമ്പിനേഷൻ അല്ലേ? ഇപ്പോൾ ഗുഡ് വൺ ഗുഡ് ടുവിൻ്റെ എനി കോമ്പിനേഷൻസിനെയാണ് നമ്മൾ കൺസംപ്ഷൻ ബണ്ടിൽ എന്ന് പറയുന്നത്. നമുക്ക് 20 രൂപ കൈ വെച്ചുകൊണ്ട് 5 രൂപ വിലയുള്ള ഗുഡ് വണ്ണും 4 രൂപ വിലയുള്ള ഗുഡ് ടുവും എത്ര തരത്തിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുമെന്ന് നോക്കാം. ആക്ച്വലി ഇപ്പോൾ കുറേ ബണ്ടിൽസ് ഉണ്ടാകാം, അപ്പോൾ കൺഫ്യൂഷൻ വരും, ഏതെങ്കിലും വിട്ടുപോയോ എന്നൊരു ഡൗട്ട് വരും. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ വളരെ ചിട്ടയോടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണം. ഞാൻ യൂസ് ചെയ്യുന്നൊരു പ്രൊസീജിയർ ഫോളോ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻസ് ഒഴിവാക്കി നോക്കാം. നമുക്ക് ആദ്യം ഗുഡ് വൺ വാങ്ങിക്കാതെ ഗുഡ് ടു എത്ര രീതിയിൽ വാങ്ങിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നോക്കി, ഗുഡ് വൺ ഞാൻ വാങ്ങിക്കുന്നില്ല. ഓക്കെ, ആദ്യം ഞാൻ ഗുഡ് വൺ ഗുഡ് ടു അങ്ങനെയാണ് ഒരു കോമ്പിനേഷൻ. ഓക്കെ, ഗുഡ് വൺ ആദ്യം ഗുഡ് ടു രണ്ടാമത്. ഞാൻ ഗുഡ് വൺ വാങ്ങിക്കുന്നില്ല, 0 ഗുഡ് വൺ ആണ് ഞാൻ വാങ്ങിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഗുഡ് ടുവും 0 ആക്കാമല്ലോ. ക്ലിയർ? അടുത്തത് ഗുഡ് വൺ ഞാൻ വാങ്ങിക്കുന്നില്ല, ഗുഡ് ടു എനിക്ക് ഒരെണ്ണം വാങ്ങിക്കാമല്ലോ. ഒരെണ്ണത്തിന് എത്ര രൂപയാണ്? 4 രൂപയാണ്. എൻ്റെ കയ്യിൽ 20 രൂപയുണ്ട്. ഓക്കെ, വേറൊരു ഓപ്ഷൻ, ഗുഡ് വൺ ഞാൻ വാങ്ങിക്കുന്നില്ല, ഗുഡ് ടു എനിക്ക് 2 എണ്ണം വാങ്ങിക്കാമല്ലോ, 8 രൂപ. എൻ്റെ കയ്യിൽ 20 രൂപയുണ്ട്, നടക്കും. ഓക്കെ, അടുത്തത് ഗുഡ് വൺ വീണ്ടും ഞാൻ വാങ്ങിക്കുന്നില്ല, എനിക്ക് ഗുഡ് ടു 3 എണ്ണം വാങ്ങിക്കാമല്ലോ. 3 × 4 12 രൂപ. എൻ്റെ കയ്യിൽ 20 രൂപ വരെ ഉണ്ട്, ഒരു കുഴപ്പമില്ല. ഓക്കെ, 3. നെക്സ്റ്റ് വൺ, ഗുഡ് വൺ ഞാൻ വാങ്ങിക്കുന്നേ ഇല്ല, 0. ആ 0 ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ്. ഗുഡ് ടു എനിക്ക് 4 എണ്ണം വാങ്ങിച്ചൂടെ? 4 × 4 16 രൂപ, കുഴപ്പമൊന്നുമില്ലല്ലോ, എൻ്റെ കയ്യിൽ 20 രൂപ ഉള്ളതല്ലേ. വീണ്ടും ഗുഡ് വൺ ഞാൻ വാങ്ങിക്കുന്നില്ല, അപ്പോൾ ഗുഡ് ടു എനിക്ക് 5 എണ്ണം വാങ്ങിക്കാമല്ലോ. സോറി കേസ്, ഇവിടെ 4 ആണ്. അപ്പോൾ ഗുഡ് ടു എനിക്ക് 5 എണ്ണം വാങ്ങിക്കാമല്ലോ അല്ലേ? അപ്പോൾ 5 × 4 20 രൂപ. എൻ്റെ കയ്യിൽ 20 രൂപയുണ്ട്. ഇനി എനിക്കൊരു കോമ്പിനേഷൻ പോകാൻ പറ്റുമോ? ഈ സീരീസിൽ, ഈ സീക്വൻസിൽ 0-6 പോസിബിൾ ആണോ? നോക്കിയേ, 0-6 പോസിബിൾ ആണോ അല്ലയോ എന്നിങ്ങനെ നമ്മൾ നോക്കും. 0-6 മീൻസ് ഗുഡ് വൺ ഞാൻ വാങ്ങിക്കുന്നില്ല. ഓക്കെ, ഗുഡ് ടു 6 എണ്ണം, 6 × 4 24 രൂപയാണ്. എൻ്റെ കയ്യിൽ 20 രൂപയുള്ളൂ അല്ലേ? ഞാൻ മുടക്കുന്ന രൂപ 20നോ 20ന് താഴെയോ ആയിരിക്കണം, 20ന് മുകളിലാണ്. അപ്പോൾ ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റിൽ പെട്ടൊരു ബണ്ടിലല്ല ഇത്, ആണോ അല്ലയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബണ്ടിൽ ഈ ഒരു ഡിസ്കഷനിൽ എടുക്കാൻ പറ്റില്ല. ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റിൽ പെടുന്ന ബണ്ടിൽസ് ആണ് നമ്മുടെ കൺസംപ്ഷൻ ബണ്ടിൽസ് എന്ന് നമ്മൾ പറയുന്നത് നോർമലി അല്ലേ? നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ബണ്ടിൽസ്. ഇത് നമ്മുടെ കയ്യിലുള്ള പൈസനേക്കാൾ കൂടുതൽ പൈസ വേണം. പ്രിഫേർഡ് ബണ്ടിലാണിത്, സുപ്പീരിയർ ബണ്ടിലാണിത്. നമുക്ക് ഇപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനുള്ള നിർവാഹമില്ല. ക്ലിയർ അല്ലേ? ശരി, ഇനി അടുത്തത് സീറോയുടെ ഗുഡ് വൺ 0 ആവുന്ന പരിപാടി കഴിഞ്ഞു. ഇനി ഗുഡ് വൺ 1 ആക്കാൻ നമുക്ക്. ഓക്കെ, അപ്പോഴും എനിക്ക് ഗുഡ് ടു വാങ്ങിക്കാതിരിക്കാമല്ലോ. 1 0, അപ്പോൾ 1 5 രൂപയ്ക്ക് അല്ലെ? ഗുഡ് വൺ 5 രൂപയ്ക്ക് ഒരെണ്ണം 5 രൂപ. എൻ്റെ കയ്യിൽ 20 രൂപ വരെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. 1 പോസിബിൾ അല്ലേ? നോക്കൂ, 5 രൂപയ്ക്ക് ഒരെണ്ണവും 4 രൂപയ്ക്ക് ഒരെണ്ണവും 9 രൂപ. എൻ്റെ കയ്യിൽ 20 രൂപയുണ്ട്, കുഴപ്പമൊന്നുമില്ല. 1 2 പോസിബിൾ അല്ലേ? 5 രൂപയും 2 × 4 8 രൂപയും 13 രൂപ, കുഴപ്പമില്ല. 1 3 പോസിബിൾ അല്ലേ? ഒരെണ്ണം 5 രൂപയുടെയും 3 എണ്ണം 4 രൂപയുടെയും, അപ്പം 5ഉം 12ഉം 17 രൂപ. അതും നടക്കും. ഇനി ഈ സീക്വൻസ് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം 1 4 എന്ന് പറയുന്ന ഒരു ബണ്ടിലാണെങ്കിൽ 1 5 രൂപയും 4 16 രൂപയാവുമ്പോൾ 21 രൂപയാവും. എൻ്റെ കയ്യിലാകെ 20 രൂപയേ ഉള്ളൂ. സോ ഈ ബണ്ടിലും എനിക്ക് നടക്കില്ല. സോ ആ സീക്വൻസ് അവിടെ നിർത്തണം. ഇനി അടുത്തത് 2 വെച്ച് എനിക്ക് 2 0 കൊണ്ടുപോകാം, 2 1 കൊണ്ടുപോകാം. ഞാനിവിടെ പറഞ്ഞിട്ടുള്ള അതേ രീതിയിൽ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ നോക്കി ചെയ്താൽ മതിയാകും. 2 2 കൊണ്ടുപോകാം അല്ലേ? 2 3 പറ്റുമോ? പറ്റില്ല അല്ലേ? കൂടുതലായി പോകും, 20ന് മുകളിൽ പോകും. ഓക്കെ, ഇനി അടുത്ത 3 0 ഓക്കെയാണ്, 3 1 ഓക്കെയാണ്. പക്ഷെ 3 2 പറ്റില്ല. 3 2 എന്ന് പറയുമ്പോൾ ആക്ച്വലി 23 രൂപയാവും, നടക്കില്ല. അടുത്ത 4 0 ഓക്കെയാണ്,
പിന്നെ ഒന്നും പറ്റില്ല. കാരണം 4-0 എടുക്കുമ്പോൾ തന്നെ 20 രൂപയായി, 4-5 രൂപയുടെ 20 രൂപയായി. ഇനി ഏതെങ്കിലും ബണ്ടിൽ ഉണ്ടോ ഗൈസ്? ഇല്ല. നിങ്ങൾ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയോളൂ. ഈ സെറ്റിലല്ലാത്ത ബണ്ടിൽസ് എവിടെയില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, കൺഫ്യൂഷൻസ് ഒഴിവാക്കാം. ഏതെങ്കിലും എഴുതിയോ വിട്ടുപോയോ എന്നൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല. നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് എഴുതാൻ നിന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഏതെങ്കിലും വിട്ടുപോയോ എന്നുള്ളൊരു സംശയം വരും. ആ സംശയം തീർക്കാൻ തന്നെ ഒരു 5-10 മിനിറ്റ് വേറെ പോകും. നമുക്ക് എക്സാമിന് അത്രയും സമയമില്ലല്ലോ. സോ ഇങ്ങനെ ഫോളോ ചെയ്യുക. ആദ്യം ഗുഡ് 1 0 ആക്കി ഗുഡ് 2 എവിടം വരെ പോകാൻ പറ്റുമെന്ന് നോക്കുക. പിന്നെ ഗുഡ് 1 1 ആക്കുക, 2 ആക്കുക, 3 ആക്കുക, 4 ആക്കുക, എവിടം വരെ പറ്റുമോ അവിടം വരെ ആക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ആൻസർ കിട്ടും. അപ്പോൾ ഇതായിരുന്നു സബ് ക്വസ്റ്റ്യൻ എ, നിങ്ങളുടെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടത്. അപ്പോൾ ഇത് ഇത്രയും എഴുതിയാൽ തന്നെ 4 മാർക്സ് ആയിരുന്നു നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഈ സബ് ക്വസ്റ്റ്യന് 4 മാർക്കായിരുന്നു ആൻസർ കീ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഇതാണ് കൺസംഷൻ ബണ്ടിൽസ്. ക്ലിയർ ആയോ? ഇനി ഈ ബണ്ടിൽസ് എല്ലാം തന്നെ നമ്മളൊരു കോമ ഇട്ടിട്ട് നമ്മളൊരു കേർലി ബ്രാക്കറ്റിൻ്റെ അകത്ത് എഴുതുകയാണെങ്കിൽ, ഇങ്ങനെയല്ല ആക്ച്വലി, ഈ ഗ്യാപ്പൊന്നും വേണ്ട, ഇങ്ങനെ നേരെ നേരെ പിടിച്ചെഴുതാം. ഞാനിപ്പോൾ വീണ്ടും എഴുതി വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ കോമയിട്ട് നേരെ നേരെ എഴുതി ഒരു പാരഗ്രാഫ് എഴുതുന്ന പോലെ ഇങ്ങനെ കോമയിട്ട് എഴുതി ഒരു കേർലി ഓപ്പണിംഗ് ആൻഡ് കേർലി ക്ലോസിംഗ് ബ്രാക്കറ്റ്, ഒരു സെറ്റിൻ്റെ ബ്രാക്കറ്റ് കൊടുത്താൽ ദിസ് ഇസ് കോൾഡ് ബഡ്ജറ്റ് സെറ്റ്. സി, നമ്മൾ എന്തൊക്കെ പഠിച്ചു അല്ലേ? കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് പഠിച്ചു, കൺസംഷൻ ബണ്ടിൽ പഠിച്ചു, ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ്, ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ, അതുപോലെ ഇപ്പം ബഡ്ജറ്റ് സെറ്റ്. ഇതൊക്കെ എക്സാംസിന് ടെസ്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു സെറ്റിൻ്റെ അകത്ത് എഴുതിയത് അതാണ് ബഡ്ജറ്റ് സെറ്റ്. ഇനി നമുക്ക് നോക്കാം. ആക്ച്വലി 05 എന്ന് പറയുന്നൊരു ബണ്ടിൽ, ഓക്കെ, അതുപോലെ 40 എന്ന് പറയുന്ന ബണ്ടിൽ. ഈ 2 ബണ്ടിൽസിന് മറ്റുള്ള ബണ്ടിൽസിനില്ലാത്ത ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് വെച്ചോ, അല്ലെങ്കിൽ കമൻസിൽ എഴുതിക്കോളൂ. നമുക്ക് ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് അടുത്ത പാർട്ടിൽ കാണാം.